സംസ്ഥാനത്തെ 9 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ രാജി ആവശ്യപ്പെട്ട് ഗവർണർ. നാളെ രാവിലെ 11 മണിക്കുള്ളിൽ രാജിവെക്കണമെന്നാണ് നിർദ്ദേശം. ഈ സർവകലാശാലകളിലെ വിസി നിയമനങ്ങൾ UGC ചട്ടം ലംഘിച്ചാണെന്നാണ് ഗവർണറുടെ വിലയിരുത്തൽ. സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിസിമാരുടെ കൂട്ടരാജി ആവശ്യപ്പെടുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള കാര്യമാണ്. BV വിനോദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്തും ചേർന്നു. വിനോദ്, അസാധാരണമായിട്ടുള്ള നടപടി, ചരിത്രത്തിൽ ആദ്യമുള്ള നടപടി, ഒരു വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്കും പ്രതികരണങ്ങളിലേക്കും വഴിവെക്കുന്ന ഈ ഒരു നടപടിയിലേക്ക്, ഒരു നീക്കത്തിലേക്ക് സർക്കാരിനെതിരെ ഗവർണർ കടക്കാനുണ്ടായ സാഹചര്യം, ഗവർണറുടെ ട്വീറ്റിന്റെ വിശദാംശങ്ങൾ. അപർണ, നമുക്ക് ആദ്യം തന്നെ പറയാൻ കഴിയുന്ന കാര്യം, ഗവർണർ ഇങ്ങനെ ഒരു അന്ത്യശാസനം നൽകിയെങ്കിലും ഈ 9 വിസിമാരും നാളെ രാജിവെക്കാൻ പോകുന്നില്ല എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാകും തീരുമാനവും. കാരണം ഇതിനകം തന്നെ ഇടതു നേതൃത്വം ഗവർണറുടെ ഈ നിർദ്ദേശത്തെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉഗ്രശാസനത്തെ തള്ളിക്കൊണ്ടുള്ള നിലപാടുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഗവർണറുടേത് ഭീഷണി എന്നാണ് MV ഗോവിന്ദൻ അല്പസമയം മുൻപ് പ്രതികരിച്ചത്. സമാനമായ പ്രതികരണമാണ് മറ്റ് നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നതും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ LDF മാത്രമല്ല, UDFന്റെ ഭാഗമായുള്ള കക്ഷികൾ, മുസ്ലിം ലീഗ് അടക്കം ഇപ്പോൾ ഗവർണറുടെ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നു. ഗവർണർ സർക്കാർ പോര് എന്ന നിലയിൽ ഈ സംഗതിയെ കാണുമ്പോൾ ഗവർണറുടെ തീരുമാനം ഒരല്പം ബാലിശമായി പോയോ എന്ന വിമർശനവും വരുന്നുണ്ട്. കാരണം ഇവിടെ വിദ്യാർത്ഥികളുടെ കാര്യത്തെക്കുറിച്ച് തീർത്തും അദ്ദേഹം ആശങ്കപ്പെടുന്നില്ല. അങ്ങനെ ഒരു കരുതലോ ചിന്തയോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. കാരണം ക്ലാസുകളുണ്ട്, പരീക്ഷാ നടപടികളുണ്ട്, ഓരോ സർവകലാശാലയും ഓരോ തരത്തിലാണ് പ്രവർത്തിക്കുന്നത്, ദൈനംദിന പ്രവർത്തനങ്ങൾ. അവിടെയാണ് ഒരു ഭരണ പ്രതിസന്ധി എന്ന നിലയ്ക്ക് 9 സർവകലാശാലയുടെ വിസിമാരെ അടിയന്തരമായി രാജിവെക്കണമെന്നുള്ള ഗവർണറുടെ നിർദ്ദേശം. ഇത് അപ്രായോഗികമാണ്. അദ്ദേഹം ഒരു ഉട്ടോപ്യൻ ചിന്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഉട്ടോപ്യൻ തീരുമാനം മുന്നോട്ട് വെച്ചു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് പല കോണുകളിൽ നിന്ന് ഇതിനകം തന്നെ ഉയരുന്നത്. ഏതായിരുന്നാലും ഗവർണർക്കെതിരെ സർക്കാർ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പ്രകോപനപരമായ നടപടി ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ അധികാരം, അദ്ദേഹമില്ലാത്ത അധികാരം, അതിൻ്റെ വമ്പ് കാണിക്കുന്നു എന്നാണ് ഇന്ന് ഇടതു നേതാക്കൾ വാർത്താ സമ്മേളനത്തിന് ശേഷം പറഞ്ഞത്. 15-ന് രാജ്ഭവനിൽ പ്രതിഷേധ ധർണ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് MV ഗോവിന്ദനും അതോടൊപ്പം തന്നെ കാനം രാജേന്ദ്രനും അത്തരമൊരു വിമർശനം പറഞ്ഞത്. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഗവർണർ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അധികാരം, ചാൻസലർ എന്നുള്ള അധികാരത്തിനപ്പുറത്ത് സാങ്കേതിക സർവകലാശാലയുടെ വിസിയെ മാറ്റിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധി കഴിഞ്ഞ ദിവസമാണ് വന്നത്. അത് അദ്ദേഹം ആയുധമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെയും നിയമത്തിൻ്റെ പിൻബലം വേണം. ഇങ്ങനെ ഒരു ഉത്തരവുണ്ട്, അതുകൊണ്ട് വൈസ് ചാൻസലർമാരെല്ലാം മാറണമെന്ന് അതിൻ്റെ ചാൻസലർ പറഞ്ഞാൽ അങ്ങനെ മാറാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. മാത്രവുമല്ല, അതിൻ്റെ നിയമവശങ്ങൾ ഉണ്ട്. സുപ്രീം കോടതിയിൽ പോയി ഇങ്ങനെയാണ്, സെർച്ച് കമ്മിറ്റി നേരത്തെ നൽകിയത് ഒരാളുടെ പേര് മാത്രമാണ്. ഇങ്ങനെ ഓരോ സർവകലാശാലയ്ക്കും 3 പേരുകൾ വീതം നൽകണം എന്ന തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് ആ നിയമം പാലിക്കാതെ, ചട്ടം പാലിക്കാതെ ഓരോ പേരുകൾ മാത്രമാണ് ഓരോ വൈസ് ചാൻസലർമാരുടെ സ്ഥാനത്തേക്കും നിർദ്ദേശിച്ചത്. അങ്ങനെ സുപ്രീം കോടതിയുടെ കൂടി അനുമതി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ആദ്യത്തെ വിധിയുടെ പശ്ചാത്തലത്തിൽ മറ്റ് വിധികൾ വന്നേക്കാം. അവിടെയും സർക്കാരിന് ചലഞ്ച് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്, അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്ഭവൻ തന്നെ അതിൽ പ്രതിസ്ഥാനത്തേക്ക് വരും. കാരണം ഇങ്ങനെ ഒരു ആളെ വൈസ് ചാൻസലർ ആക്കണമെന്ന് കാട്ടി ഒരു ഫയൽ പോകുമ്പോൾ ആ ഫയലിൽ ഒപ്പുവെക്കുന്നത് ഗവർണറാണ്. ഗവർണർക്ക് കൂടി അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ ഇനി സംസ്ഥാന സർക്കാരിന് താല്പര്യമുള്ള ആളുകൾ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് വരാതിരിക്കാനുള്ള ചില നീക്കങ്ങൾ രാജ്ഭവൻ മുന്നിൽ കാണുന്നു എന്ന് കണ്ടാണ് സർക്കാർ മറ്റൊരു ബില്ല് പാസ്സാക്കിയത്. അതായത് വിസിമാരെ തിരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിൽ അംഗങ്ങളുടെ എണ്ണം 3-ൽ നിന്ന് 5 ആക്കി ഉയർത്തിയത്. നേരത്തെ ഉണ്ടായിരുന്നത് UGCയുടെ പ്രതിനിധിയും ഗവർണറുടെ പ്രതിനിധിയും അതത് സർവകലാശാലയുടെ പ്രതിനിധികളുമായിരുന്നു. അതിന് പുറമെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ഒരു പ്രതിനിധിയും മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയും. അങ്ങനെ വരുമ്പോൾ 3-2 എന്ന നിലയ്ക്ക് ഭൂരിപക്ഷം വോട്ടുകൾ കരസ്ഥമാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും. സംസ്ഥാന സർക്കാരിന് താല്പര്യമുള്ള ആളെ അവിടെ വിസിയായി നിയമിക്കാൻ കഴിയും. ആ ഒരു ബില്ല് പാസ്സാക്കി നിയമസഭ പാസ്സാക്കിയത് ഇപ്പോഴും ഒപ്പുവെക്കാതെ ഗവർണർ രാജ്ഭവനിൽ വെച്ച് പിടിക്കുന്നു. അവിടെ അതിൽ നിയമോപദേശം തേടുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു ഏറ്റുമുട്ടലിൻ്റെ സാഹചര്യത്തിലാണ് ഇടതുമുന്നണി പ്രത്യക്ഷ സമരവുമായി ഗവർണർക്കെതിരെ രംഗത്ത് വരുന്നത്. 15-ന് രാജ്ഭവന് മുന്നിൽ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ തന്നെ, അതായത് സർക്കാരിന് നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയുടെ ആഭിമുഖ്യത്തിൽ രാജ്ഭവന് മുന്നിൽ ഒരു പ്രതിഷേധ ധർണ എന്ന നിലയ്ക്ക് അവർ ഇന്ന് തീരുമാനമെടുക്കുകയും അത് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി പ്രഖ്യാപിക്കുകയും ചെയ്തു. വിവിധ തലങ്ങളിലാണ് ഈ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. ജില്ലാതലത്തിൽ ഗവർണർക്കെതിരെയുള്ള സമരപരിപാടി, സംസ്ഥാന തലത്തിലുള്ള പരിപാടി, ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ഗവർണർക്കെതിരെയുള്ള ക്യാമ്പയിനും
അങ്ങനെയുള്ള പ്രതിഷേധ പരിപാടികളും അതിൻ്റെ പരിസമാപ്തി എന്ന നിലയ്ക്കാണ് 15-ന് രാജ്ഭവന് മുന്നിലുള്ള ധർണ. ഈ തീരുമാനം വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗവർണറുടെ തീരുമാനം വന്നിരിക്കുന്നത്. 9 VC-മാരും യുദ്ധകാലാടിസ്ഥാനത്തിൽ, അതായത് വളരെ പെട്ടെന്ന് നാളെ രാവിലെ 11 മണിക്ക് മുൻപ് രാജിക്കത്ത് നൽകണമെന്നതാണ്. നാളെ അവധി ദിവസം കൂടിയാണ്, നമുക്ക് അറിയാം, ദീപാവലിയുടെ അവധി ഉള്ള ദിവസമാണ്. വിനോദ്, സർക്കാർ എടുക്കുന്ന നിലപാട് ഏത് രീതിയിലേക്ക്? 11:30-ക്കുള്ളിൽ സമയം കൊടുത്തിരിക്കുക, അന്ത്യശാസനം നൽകിയിരിക്കുക, അങ്ങനെ ഒരു രാജിക്കത്ത് സമർപ്പിക്കുന്ന രീതിയിലേക്ക്, ഒരു നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളം? അതോ ഈ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്ന പോലെ തന്നെ നിയമപരമായും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക, അങ്ങനെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക്, അതിനുള്ളൊരു നടപടികളായിരിക്കുമോ ഉണ്ടാവുക? അത് സംബന്ധിച്ച് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? അപർണ, തീർത്തും അപ്രായോഗികമായ ഒരു നിർദ്ദേശമാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് വന്നതെന്ന് പറയാതിരിക്കാനാവില്ല. അതിൻ്റെ നിയമവശങ്ങൾ പിന്നീട് പരിശോധിക്കപ്പെടട്ടെ. നിയമപരമായിരുന്നോ കാര്യങ്ങൾ, നിയമനങ്ങൾ? 3 പേരുടെ പേരുകളാണ് രാജ്ഭവനിലേക്ക് ചെല്ലേണ്ടത്. സെർച്ച് കമ്മിറ്റി അങ്ങനെ 3 പേരുകൾ മുന്നോട്ട് വയ്ക്കുകയും അതിലൊരു പേര് ഗവർണർ തിരഞ്ഞെടുക്കുകയും അങ്ങനെ ആ നിയമനം നടക്കുകയുമാണ്. പക്ഷേ കാലങ്ങളായി ഓരോ സർക്കാരിൻ്റെ കാലത്തും ഈ തരത്തിൽ വൈസ് ചാൻസലർമാരെ തീരുമാനിക്കുകയും അത് രാജ്ഭവനിലേക്ക് അയക്കുകയും മുൻ ഗവർണറായ ജസ്റ്റിസ് സദാശിവൻ തന്നെ നിയമനം നൽകിയ ആളുകളാണ് വൈസ് ചാൻസലർ സ്ഥാനത്തുള്ള പലരും. അതുകൊണ്ട് തന്നെ അങ്ങനെയെങ്കിൽ ഇതൊരു നിയമപ്രശ്നമായി വന്നു കഴിഞ്ഞാൽ എങ്ങനെ 3 പേരുകൾ വരേണ്ട സ്ഥാനത്ത് 1 പേര് വന്നപ്പോൾ രാജ്ഭവൻ അതിന് സമ്മതം മൂളി അവിടെ ഗവർണർ ഒപ്പുവെച്ചു എന്നുള്ള മറുചോദ്യം സ്വാഭാവികമായും ഉയരും എന്നുള്ളതാണ്. ഏതായിരുന്നാലും സുപ്രീം കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നീക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് വന്നത്. ഗവർണർ ഇല്ലാത്ത പദവി അല്ലെങ്കിൽ ഇല്ലാത്ത അധികാരം ചാൻസലർ അധികാരം പ്രയോഗിക്കുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആത്മവിശ്വാസമായി ഉള്ളത് ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസം വന്ന സുപ്രീം കോടതി വിധിയായിരിക്കും. അതിൽ പിടിച്ച് ഈ നിയമനങ്ങളെല്ലാം ചോദ്യം ചെയ്യാം, ഇങ്ങനെ വൈസ് ചാൻസലർമാരെ പുറത്താക്കാം എന്നൊരു ചിന്തയായിരിക്കും ഗവർണർക്കുള്ളത്. പക്ഷേ അവിടെയും ഏറ്റവും ആശങ്ക ഉയരുന്ന ഒരു കാര്യം സർവകലാശാലകളാണ്. ആ വിദ്യാലയങ്ങളിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ ഭാവിയുണ്ട്. ഓരോ സർവകലാശാല, ഇപ്പോൾ കേരള സർവകലാശാല മുതൽ ഓരോന്നും, കുഫോസ് ആയാലും സംസ്കൃത സർവകലാശാല ആയിരുന്നാലും ഓരോ സർവകലാശാല എടുത്താലും അവിടെയെല്ലാം പഠനത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ ആണ് ക്ലാസ്സുകൾ നിൽക്കുന്നത്. പരീക്ഷകൾ നടത്തേണ്ടതുണ്ട്, മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങളുണ്ട്. അവിടെയെല്ലാം ഒന്നാകെ കേരളത്തിലെ സർവകലാശാലകളിൽ ഒന്നാകെ വൈസ് ചാൻസലർമാരെ മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടി എന്നത് പ്രായോഗികമാണോ എങ്കിൽ തന്നെ അതിനുള്ള വി വിനോദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുമ്പോൾ പ്രമുഖരുടെ പ്രതികരണങ്ങൾ, സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ചെയർമാൻ RS ശശികുമാർ അടക്കം ഉള്ളവരുടെ പ്രതികരണങ്ങളിലേക്ക് പോയ ശേഷം തിരികെ. ഇത് ഗവർണർ ദുരധികാര പ്രയോഗമാണ് നടത്തുന്നത്. സുപ്രീം കോടതി ഒരു വൈസ് ചാൻസലറുടെ കാര്യത്തിൽ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വൈസ് ചാൻസലർമാരോടും കേരളത്തില് രാജിവെക്കാൻ പറയുന്നത് തനിക്കില്ലാത്ത അധികാരം ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ്. എന്നെ കുറിച്ച് എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞാൽ ആ മന്ത്രിമാരെ ഞാൻ പിരിച്ചുവിടും എന്ന് ഒരു അബദ്ധം ഗവർണർ നേരത്തെ പറയുകയുണ്ടായി. മുഖ്യമന്ത്രിയാണ് ആര് വേണമെന്ന് തീരുമാനിക്കുന്നത്. മുഖ്യമന്ത്രി ശുപാർശ ചെയ്യുന്നവരെ മന്ത്രിമാരായ സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ജോലിയാണ് ഗവർണർക്കുള്ളത്. അവരെ പിരിച്ചുവിടാനുള്ള ഒരു അധികാരവും സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ ഗവർണർക്കില്ല. അപ്പൊ മന്ത്രിമാരെ പിരിച്ചുവിടാൻ വേണ്ടി കൊതിപിടിച്ച ഗവർണർക്ക് മന്ത്രിമാരെ പിരിച്ചുവിടാൻ പഴുതൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ ഒരു വൈസ് ചാൻസലറെ പിരിച്ചുവിടാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞപ്പോൾ മറ്റ് വൈസ് ചാൻസലർമാരെ കൂടെ അങ്ങ് പിരിച്ചുവിട്ട് മന്ത്രിമാരെ പിരിച്ചുവിടാൻ തനിക്ക് കഴിയാത്തതിന്റെ വിഷമം തീർക്കാൻ അദ്ദേഹം നോക്കുകയാണോ എന്ന് അറിഞ്ഞുകൂടാ. വളരെ വലിയ അബദ്ധമാണ് ഈ ഗവർണർ ചെയ്യുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ സുഗമമായ പ്രവർത്തനങ്ങളെ സഹായിക്കേണ്ട ഗവർണർ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇടങ്കോലിടാനും ഉടക്കുണ്ടാക്കാനും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥനെ പോലെയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഏജന്റിനെ പോലെയുമാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയെല്ലാം ഞാൻ പെരുമാറിക്കോട്ടെ എന്നുള്ള അനുമതി ചോദിക്കാനാണോ അദ്ദേഹം RSS തലവൻ ശ്രീ മോഹൻ ഭഗത്തിനെ അങ്ങോട്ട് ചെന്നുപോയി കണ്ടത് എന്നും ന്യായമായ സംശയം. നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഇത് ആദ്യമായിട്ടല്ലൊരു ഒരു സംസ്ഥാന ഗവർണർ ഉണ്ടാകും. കേരളത്തിൽ എത്രയോ ഗവർണർമാരുണ്ടായിട്ടുണ്ട്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എത്രയോ ഗവർണർമാരുണ്ടായിട്ടുണ്ട്. ഇവരാരെങ്കിലും ഒന്നിരാടം ദിവസങ്ങളിൽ പത്രക്കാരെ ഓരോ കാര്യത്തിന് വിളിച്ചുകൂട്ടി പത്രസമ്മേളനം നടത്താറുണ്ടോ? ഇന്ത്യയിലെ ഏതെങ്കിലും ഗവർണർമാർ അവസരം ഉണ്ടാക്കിയല്ലേ? അപ്പൊ ഈ ഗവർണർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. എല്ലാ സങ്കല്പങ്ങൾക്കും അപ്പുറം അസാധാരണമായ നിലയിലാണ് ഈ ഗവർണർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. തനിക്ക് ഇഷ്ടമില്ല അല്ലെങ്കിൽ തോന്നുന്ന ഒരു വൈസ് ചാൻസലറോട് താങ്കൾ നാളെ രാവിലെ രാജിവെക്കണം, അതിന് പുറത്തു പോകണം, അങ്ങനെയാണോ ആവശ്യപ്പെടേണ്ടത്? സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ നിയമനം വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അത് പുനഃപരിശോധിക്കുന്നതിനുള്ള അധികാരം ചാൻസലർക്ക് ഉണ്ടെങ്കിൽ
അതിനുണ്ടല്ലോ നടപടിക്രമം. ഇപ്പോൾ സുപ്രീം കോടതി ഒരു വൈസ് ചാൻസലർ കാര്യത്തിൽ എന്തുകൊണ്ട് ഇടപെട്ടത്? അവർക്ക് യോഗ്യതയില്ലാത്തത് കൊണ്ടല്ല, പ്രൊസീജിയർ പാലിച്ചില്ല, നടപടിക്രമം അനുശാസിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തിയില്ല എന്ന കാരണം കൊണ്ടാണ്. അതേ ദോഷവും കുറ്റവും തന്നെയാണ് ഗവർണറുടെ ഇപ്പോഴത്തെ ഈ നടപടിയിലും ആരോപിക്കാൻ കഴിയുക. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് ലോ ഓഫ് ദ ലാൻഡാണ്. അപ്പോൾ അത് ഇന്ത്യന് മുഴുവനും ബാധകമാകുമ്പോൾ കേരളത്തിന് മാത്രം ബാധകമല്ല എന്ന് പറയാൻ കഴിയില്ല. സർവകലാശാലയിലെ ഈ വിസിമാരെന്ന് പറയുന്നവരെല്ലാവരും യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരാണ്. അവിടെയുള്ള സീനിയർ ആയിട്ടുള്ള നല്ല പ്രൊഫസർമാർക്ക് തൽക്കാലം ചാർജ് കൊടുക്കുക. പിന്നെ ഗവർണർ ചെയ്ത് ശരിയെന്ന് ആരാ പറഞ്ഞത്? ഈ ഗവർണറായാലും കഴിഞ്ഞ സദാശിവം ഗവർണറായാലും തെറ്റ് ചെയ്തു കണ്ട് തന്നെയാണ് ഇപ്പൊ തിരിച്ചേണ്ടി വരുന്നത്. അവർ തന്നെയാണ് ഇത് അംഗീകരിച്ചത്. സംസ്കൃത സർവകലാശാലയിലും കണ്ണൂർ ഉൾപ്പെടെയുള്ളിടത്ത് ഇപ്പോഴുള്ള ഗവർണർ തന്നെയാണ് അംഗീകരിച്ചത്. അതിനെ ന്യായീകരിക്കുകയല്ല. പക്ഷേ സുപ്രീം കോടതിയിൽ വിധി വന്നാൽ ആ വിധി ഗവർണർക്കും ഗവൺമെന്റിനും എല്ലാം ബാധകമാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് LDF. അടുത്ത മാസം 15-ന് രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും. സർവകലാശാലകളിലെ ഗവർണറുടെ ഇടപെടൽ സ്വേച്ഛാധിപത്യപരമാണെന്നും LDF വിലയിരുത്തി. ഗവർണർ തുടർച്ചയായി സർക്കാരിനെ വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിരോധം തീർക്കാൻ LDF തീരുമാനം. സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്ന് LDF യോഗം വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ ഇനി വിട്ടുവീഴ്ച വേണ്ടെന്നാണ് തീരുമാനം. ബഹുജനങ്ങളെ അണിനിരത്തി ഗവർണർക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. അടുത്ത മാസം 15-ന് രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖല കൈപ്പിടിയിലാക്കാനുള്ള സംഘപരിവാർ അജണ്ടയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. 15-ാം തീയതി രാജ്ഭവന് മുമ്പിൽ വലിയ രീതിയിലുള്ള ജനകീയമായ ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കണമെന്നാണ് പൊതുവെ തീരുമാനിച്ചിട്ടുള്ളത്. സർവകലാശാലകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്ന ആരോപണവും LDF ഉയർത്തുന്നു. മന്ത്രിമാരെ പിൻവലിക്കുമെന്ന ഗവർണറുടെ മുന്നറിയിപ്പ് വെറും ബമ്പത്തരമെന്നാണ് നേതാക്കൾ വിശേഷിപ്പിച്ചത്. ഇത്തരം ഭീഷണിയൊക്കെ ഭരണഘടന വായിച്ചിട്ടുള്ളൊരു ഭീഷണിയായിട്ടൊന്നും കണക്കാക്കുന്നില്ല. അത് വെറുതെ ഒരു ബമ്പത്തരം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സർവകലാശാലകളിൽ RSSകാരെ തിരികെ കയറ്റി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നും LDF ആരോപിക്കുന്നു. ഇത് പ്രതിരോധിക്കാൻ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരെ ഉൾപ്പെടെ അണിനിരത്താനാണ് നീക്കം. ഇതിന്റെ ഭാഗമായി നവംബർ 2-ന് കൺവെൻഷൻ സംഘടിപ്പിക്കും. ജില്ലാതലങ്ങളിലും ഗവർണർക്കെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ LDF യോഗം തീരുമാനിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയതിന് പിന്നാലെ സംസ്കൃത VC നിയമനത്തിലും മാനദണ്ഡം പാലിക്കപ്പെട്ടില്ല. 6 സീനിയർ പ്രൊഫസർമാരെ ഒഴിവാക്കി സെർച്ച് കമ്മിറ്റി പാനൽ ഒരു പേര് മാത്രമാണ് ശുപാർശ ചെയ്തത്. സെർച്ച് കമ്മിറ്റി പാനലും മാനദണ്ഡം പാലിച്ചില്ല എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ MV നാരായണന്റെ പേര് മാത്രമായിരുന്നു സെർച്ച് കമ്മിറ്റി ശുപാർശ ചെയ്തത്. 6 സീനിയർ പ്രൊഫസർമാരെ ഒഴിവാക്കിയുള്ള സെർച്ച് കമ്മിറ്റി റിപ്പോർട്ടാണ് പുറത്തുവന്നത്. കാലിക്കറ്റ് സർവകലാശാലയിലെ സംസ്കൃത ഡീൻ ഉൾപ്പെടെയുള്ള സീനിയർ പ്രൊഫസർമാരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയ ശേഷമാണ് ഒരു പേര് മാത്രമായി സെർച്ച് കമ്മിറ്റി ശുപാർശ ചെയ്തത്. കാലിക്കറ്റ് കുസാറ്റ് സർവകലാശാല VC നിയമനങ്ങൾക്ക് നേരത്തെ സെർച്ച് കമ്മിറ്റി ശുപാർശ ചെയ്ത പാനലുള്ളവരും സംസ്കൃതം സർവകലാശാലയുടെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിരുന്നു. പക്ഷേ ഇവരും ഒടുവിൽ ഒഴിവാക്കപ്പെട്ടു. പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ VK രാമചന്ദ്രൻ, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ഡോക്ടർ രാജൻ ഗുരുക്കൾ, കാളിദാസ സംസ്കൃത വിശ്വവിദ്യാലയം വൈസ് ചാൻസലർ പ്രൊഫസർ ശ്രീനിവാസ് വരഖേദി എന്നിവരായിരുന്നു സെർച്ച് കമ്മിറ്റി അംഗങ്ങൾ. സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ഡോക്ടർ രാജൻ ഗുരുക്കൾ സെർച്ച് കമ്മിറ്റിയിൽ അംഗമായതും UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന അഭിപ്രായമുണ്ട്. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ VCമാരുടെ നിയമനങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. രാജിവെക്കില്ലെന്ന കണ്ണൂർ സർവകലാശാല VC ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ വേണമെങ്കിൽ ഗവർണർ പിരിച്ചുവിടട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുന്നു. യൂണിവേഴ്സിറ്റി, ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മലയാളം യൂണിവേഴ്സിറ്റി, അപ്പോൾ ഈ 9 ഇതും വെച്ചിട്ടാണ് പറയുന്നത്. ഇവർ ഇൻ വ്യൂ അപ്പോൾ ഇതിൽ ഒടുവിൽ പറയുന്ന since the appointment of the persons as vice chancellor mentioned in the above table is contrary to the law as held by the Supreme Court, I am directed to request you, അതിൽ പിന്നെ എല്ലാവരെയും പേരുണ്ട്, പേരല്ല VC കണ്ണൂർ, കേരള, മഹാത്മാഗാന്ധി ഒക്കെ ഉണ്ട്, to submit your resignation by 11:30 AM on 24/10/22. ഇത് പ്രിൻസിപ്പൽ സെക്രട്ടറിൻ്റെ എഴുത്താണ്.
അത് നിങ്ങൾ ചോദിക്കേണ്ടി വരും എന്താണ് മിസ്ബിഹേവിയർ. പക്ഷെ അതിലും ചെയ്യാൻ അത് എടുത്തു പറയുന്നുണ്ട്. ആദ്യം അവസരം കൊടുക്കണം അവർക്ക് എക്സ്പ്ലനേഷൻ, പിന്നെ എൻക്വയറി നടക്കും, എന്നിട്ട് ചെയ്യാൻ കഴിയും. അത്രയും നോക്കാം. നാളെ അവിടെ ഇത് വരട്ടെ. ഇപ്പം ഞാൻ റെസിഗ്നേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് എന്താ നടപടി നോക്കാമല്ലോ. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ക്രൈസിസ് ഉണ്ടാവില്ലേ സർവർ, അതായത് ഒരു ലീഗൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവുന്നു, അദ്ദേഹം ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്യുന്ന അത്തരം ഒരു തീരുമാനത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അത് ലീഗൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. വാലിഡിറ്റി ഉണ്ടാവില്ല തീരുമാനങ്ങൾക്ക്. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങളിൽ ഇത് പറയുന്നത് 21 തുടങ്ങിയിട്ട് എഫക്റ്റിൽ വന്നുവാണ്. 21 തുടങ്ങിയിട്ട് എഫക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ഈ 21, 23, 24 വരെ ഇതൊക്കെ വരുമല്ലോ. ഇതിൽ എഴുതിയിട്ടുണ്ട്. അതാണ് on 21/10 this verdict is applicable. 21 ഉള്ള സുപ്രീം കോടതി വിധി is applicable to the others. ബാക്കി യൂണിവേഴ്സിറ്റിയൊക്കെ has been accepted on 22. അത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ ഇത് ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ലെറ്ററിൽ പറയുന്നല്ലേ, അപ്പോൾ ക്രൈസിസ് ഗവർണർ ലെറ്ററിൽ പറയുന്നല്ലേ ഇപ്പോൾ കോട്ട് ചെയ്ത്, എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ക്രൈസിസ് ഉണ്ടാവും, ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ക്രൈസിസ് ഉണ്ടാവും എന്നല്ലേ അതിൻ്റെ അർത്ഥം? ആണ്. ഇപ്പം VC ആയിട്ട് ആരെയാന്ന് വെക്കുക. ഇതിന് മുമ്പേ 10 ആൾക്കാരെ പേര് ആവശ്യപ്പെട്ടിരുന്നു. അല്ല, 10 വർഷത്തിനെക്കാട്ടും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫസേഴ്സിൻ്റെ പേര് എന്തിനാന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുമ്പേ. അത് കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പം ആരെങ്കിലും ഒരു VC ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യണം പെട്ടെന്ന് തന്നെ, ആക്ടിങ് വൈസ് ചാൻസലറായിട്ട്. ഇതാണെങ്കിലും ഇപ്പോൾ നാളെ ഞാൻ റെസിഗ്നേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്നിക്കൽ ടെർമിനേറ്റ് ചെയ്യണം. ഇതൊരു അൺസർട്ടനിറ്റി തന്നെ ഉണ്ടാവും. കുറച്ച് ദിവസം ക്രൈസിസ് ഉണ്ടാവും. ഗവർണർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചതാണെന്ന് അങ്ങ് കരുതുന്നില്ല. ഇല്ലാത്ത അധികാരം ഗവർണർ ഉപയോഗിച്ചതാണെന്ന് അങ്ങ് കരുതുന്നില്ല. ഗവർണർ സാധാരണ ഒരു അല്ല ആക്ട് പ്രകാരം ആക്ടും UGCയിലും വല്ല കോൺട്രഡിക്ഷൻ ഉണ്ടെങ്കിലാണ് UGC പ്രിവെയിൽ ചെയ്യുക. VCനെ ടെർമിനേഷനെ പറ്റി UGC ഒന്നും പറയുന്നില്ല. അപ്പം ആക്ട് നിലനിൽക്കും. ആക്ടിൽ പറയുന്ന പ്രൊസീജിയർ ഇതുവരെ പാലിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് സമയം ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവർണർ എടുക്കുന്ന നടപടിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയില്ല. അവർ ആക്ട് പ്രകാരം പോയിട്ടുണ്ടെങ്കിൽ അപ്പോയിൻമെൻറ്റിനെ പറ്റി മാത്രമേ UGC പറയുന്നുള്ളൂ. ഈ കോടതി, സുപ്രീം കോടതി ഇങ്ങനൊരു വിധി പ്രസ്താവിച്ച ബൈൻഡിങ് ആവുമോ? എനിക്കറിയില്ല. എനിക്ക് ലോനെ പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല. കേരളത്തിൽ വന്നിട്ടാണ് ഇത്രയും കോടതികളുമായിട്ട് ഇതായത്. അതുകൊണ്ട് ചോദിക്കേണ്ടി വരും. കോടതി അങ്ങേക്കൊരു ഡയറക്ഷൻ തരണമെന്നാണ് ആവശ്യം. നിയമപരമായി നടപടിയെടുക്കുന്നുണ്ടെങ്കിൽ എടുക്കട്ടെ, താൻ അത് നേരിടാൻ തയ്യാറാണെന്ന് കണ്ണൂർ VC. താൻ രാജിവെക്കുന്ന പ്രശ്നമില്ല. ഏത് രീതിയിലുള്ള തന്നെ ടെർമിനേറ്റ് ചെയ്തുള്ള ഒരു ഉത്തരവ് ഉണ്ടാകുമോ എന്ന് നോക്കിയിരുന്ന് കാണാം. അതിനുശേഷം തീരുമാനത്തിലേക്ക് കടക്കാം. മറ്റു കാര്യങ്ങൾ താനിപ്പോൾ വ്യക്തമാക്കുന്നില്ല. തനിക്കൊരു എക്സ്പ്ലനേഷനും ഒരു വിശദീകരണവും നൽകാനുള്ള സമയമായിരുന്നു തരേണ്ടിയിരുന്നത്. അതായിരുന്നു സാങ്കേതികമായും നിയമപരമായും ചെയ്യേണ്ടിയിരുന്നത് എന്ന് കണ്ണൂർ VC ഗോപിനാഥ് രവീന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഗവർണറുടെ നിർദ്ദേശം ജനാധിപത്യത്തിന്റെ എല്ലാ സീമകളെയും ലംഘിക്കുന്നതാണെന്ന് CPM സെക്രട്ടേറിയറ്റും. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായാണ് കേരളത്തിലെ സർവകലാശാലകളിൽ VCമാരെ നിയമിച്ചിട്ടുള്ളത്. ഇവരുടെ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നേറ്റത്തിന്റെ പുതിയ പടവുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വൈസ് ചാൻസലർമാരെ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഗവർണറുടെ തീരുമാനം കേരള ജനതയെ അപമാനിക്കുന്നതാണ്. ഗവർണർ RSSന്റെ കുഴലൂത്തുകാരനാണെന്ന് ഈ നടപടിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഇത്തരം അജണ്ടകൾ കേരള ജനത ചെറുത്തു തോൽപ്പിക്കുമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് ഡോക്ടർ തോമസ് ഐസക്. മൂന്നാറിലേക്ക് ക്ഷണിച്ചു എന്ന് പറയുന്നത് സ്വബോധമുള്ള ആരും വിശ്വസിക്കുന്നതല്ല, സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല പറയുന്നത്. മന്ത്രിയായിരിക്കെ താൻ മൂന്നാറിൽ പോയിട്ടില്ല, ബോധപൂർവമാണ് തന്റെ പേര് വലിച്ചിഴച്ചതെന്നും ഐസക് പറഞ്ഞു. സ്വബോധമുള്ള ഏതെങ്കിലും മിനിസ്റ്റർ കറങ്ങാനായിട്ടോ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ
അതും വേണ്ടത്ര താമസ സൗകര്യം ഇല്ലാത്ത മൂന്നരക്കാരെങ്കിലും ക്ഷണിക്കൂ. സാമാന്യ യുക്തിക്ക് നിരക്കുന്നതാണ്. ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഒരിക്കൽ പോലും പോവാത്ത സ്ഥലമാണ്. ഒരിക്കൽ പോലും, നോട്ട് വൺസ്. പോയിട്ടുണ്ട്. അതിനുശേഷം ആര് വന്നാലും ചിരിച്ചുകൊണ്ട് സ്നേഹത്തിലൊക്കെ വർത്താനം പറയാം. അതുകൊണ്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നി അത് ഇങ്ങോട്ട് എന്റെ തലവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രതി ഇന്ന് BJPയുടെ ദത്തുപുത്രിയാണ്. അവർക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്നത്, ഒരുപക്ഷെ ഈ വർത്താനത്തിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത്, ഇതെല്ലാം അത് CPMന്റെ പ്രധാനപ്പെട്ട ആളുകളെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പരിശ്രമത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതാണ് എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇവിടെ കേരളത്തെ വളരെ കോളക്കം സൃഷ്ടിച്ച ഒരു കള്ളക്കടത്ത് കേസല്ലേ, അതിന്റെ പ്രതിയല്ലേ. ആ പ്രതിക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്ന പാർട്ടിയാരാ? അവരിതൊക്കെ അവരെ കൊണ്ട് പറയിക്കുകയാണ്. അപ്പൊ ആ രാഷ്ട്രീയ നീക്കത്തെ എങ്ങനെ നേരിടണം എന്നുള്ളത് പാർട്ടി പറയും. ഈ കൊള്ളൊന്നും എനിക്ക് പറയാനില്ല. CPM നേതാക്കൾക്കെതിരായ സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സ്വപ്ന പറയുന്നതിന് ഒരു അടിസ്ഥാനവുമില്ല. ധാർമ്മികതയിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രശ്നമില്ല. പക്ഷേ അവർ പറയുന്നതാണ് ധാർമ്മികതയെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കരുത്. സ്വർണ്ണക്കടത്ത് കേസിൽ ഇതുവരെ സ്വപ്ന പറഞ്ഞത് കള്ളമെന്ന് തെളിഞ്ഞതായും ആ വ്യക്തി പറഞ്ഞതിന് മറുപടി പറയേണ്ടതില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സ്വപ്ന സുരേഷിന്റെ കാര്യമൊന്നും ഇപ്പം ചർച്ച ചെയ്യുന്നില്ല. അത് വെറുതെ ഈ വാർത്തയെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ വാർത്ത. അതിലിപ്പം കിടക്കുന്നില്ല. അതിൽ കടക്കുന്ന കാര്യമില്ല. വെറുതെ ആവില്ല. വെറുതെ ആവില്ല. അതൊരു തുടർക്കഥയല്ലേ. അതെപ്പോ അവസാനിക്കും നോക്കിയിട്ട് അവരെ പ്രതികരിച്ചാൽ മതി. ഇതിപ്പോ രണ്ടാം ലക്കമാണ്. ഇനിയിപ്പോ അടുത്ത ഒരു അല്ല, ഇതിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ പ്രതികരിക്കണമെങ്കിൽ അപ്പം പ്രതികരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഒന്നും പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ പ്രതികരിക്കേണ്ട സമയം വരുമ്പോൾ പ്രതികരിക്കാം. ഇതിങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറയുന്നതിനൊന്നും അന്നേരം മറുപടി പറഞ്ഞുകൊള്ളണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടാകണ്ട. പറയുന്ന പ്രശ്നമില്ല. ഈ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ കേസ്. ആ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് മുഴുവൻ വിട്ടിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പറയുന്നതിനൊക്കെ ആര് മറുപടി പറയാനാ? ആർക്കാ ഉത്തരവാദിത്തമുള്ളത്? മറുപടി പറയേണ്ട ഉത്തരവാദിത്തം. സ്വപ്ന പറയുന്നത് തുടർക്കഥയാണെന്നും ആദ്യം പറഞ്ഞു തീരട്ടെയെന്നും കാനം രാജേന്ദ്രൻ പ്രതികരിക്കുകയും ചെയ്തു. മന്ത്രി ആർ ബിന്ദു ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക് പറയാണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇത്. ഇതുവരെ നമ്മുടെ രാജ്യത്തോ കേരളത്തിലോ ഗവർണർമാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അത് വളരെ വ്യസനകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാനുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ കഴിയും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എടുത്തു പറയാവുന്ന തിളക്കമാർന്ന നേട്ടങ്ങൾ ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർവകലാശാലകൾ. ഈ പറയുന്ന വൈസ് ചാൻസലർമാരുടെ നേതൃത്വത്തിൽ കേരള സർവകലാശാല A++ നേടി, കാലിക്കറ്റും കുസാറ്റും കാലടിയും ഒക്കെ A+ നേടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കുന്നത് തീർച്ചയായും അപലപനീയമാണ്. മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവിലങ്ങിടങ്ങാനുള്ള നീക്കമാണ് ഗവർണർ നടത്തുന്നത്. വ്യസനകരമായ ഒരു അവസ്ഥയാണ് ഇതോടുകൂടി സർക്കാർ സംസ്ഥാനത്ത് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിൽ നടപടി വൈകുന്നത് ദുരൂഹമെന്ന് VD സതീശൻ. സരിതയ്ക്കുണ്ടായ വിശ്വാസ്യത എന്തുകൊണ്ടാണ് സ്വപ്നയ്ക്ക് ഇല്ലാതായത്? സ്വപ്നയുടെ വെളിപ്പെടുത്തൽ തെറ്റാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും VD സതീശൻ ചോദിച്ചു. ഗുരുതരമായ ആരോപണം സ്വപ്ന സുരേഷ് ഉന്നയിച്ചിട്ടും CPM മൗനം പാലിക്കുന്നതും പോലീസ് നടപടിയെടുക്കാത്തതും ദുരൂഹമാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണം നടത്തിയേ മതിയാവും. ഇതിൽ ഒളിച്ചോടാൻ പറ്റില്ല. കോൺഗ്രസിനെയും UDFനെയും സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുകളുണ്ട്. ഈ ആരോപണം വന്നതിന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞിട്ടും CPM മൗനം പാലിക്കുകയാണ്. പോലീസ് ഒരു നടപടിയെടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നാട്ടിലെങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നിയമപരമായ നടപടിക്രമങ്ങൾ എല്ലാവരും പാലിക്കണം. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ വാർത്തകൾ കാണാം ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.